അന്നമ്മച്ചേർത്ത് സ്പെഷ്യൽ 2.0യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ട എൻ്റെ കഴിക്കുന്നത് എന്താണ്? നല്ല ആഗോലിയുടെ നല്ല കഷ്ണങ്ങൾ. അതായത് ഞാനിന്ന് രാവിലെ അങ്ങാടി പോയപ്പോൾ നോക്കുമ്പോൾ നല്ല ആഗോലി ഇരിക്കുന്നത്. അപ്പം ഞാനത് മേടിച്ചുകൊണ്ട് വന്നു. മേടിച്ചുകൊണ്ട് വന്ന് ചമ്മച്ചോട് ചോദിച്ചു, അമ്മേ നല്ല ആഗോലി ഇട്ടിട്ടുണ്ട്, നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന്. അപ്പം അമ്മ എന്നോട് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, പകുതി എനിക്കും പകുതി നിനക്കും ആയിക്കോളാൻ പറഞ്ഞു. എന്തിനാ പകുതി ഞാൻ ഒരു ഐറ്റം പറഞ്ഞു തരും, അതുപോലെ നീ ചെയ്യണം. അപ്പോൾ അത് എന്താണെന്നുള്ളത് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, അത് വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ആഗോലി നല്ല ഒരു ആഗോലി പെരട്ട് അങ്ങോട്ടാക്കാൻ പോവുക. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതേപോലെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ ഒരു മസാല വരണം. ആ മസാല നമുക്ക് ഉണ്ടാക്കാം. എന്നാ പറ, നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, അല്പം മഞ്ഞൾ പൊടി, പൊടികൾ നമുക്ക് ഇത്രയും മതി. ഇതിനകത്തേക്ക് നമുക്കൊരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഓയിൽ, ഒരു കുക്കിംഗ് ഓയിൽ, അത് ഏതായാലുമായിട്ടില്ല, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ച സാധനം അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതെ, നമുക്ക് ആ മസാലകൾ പൊടികളെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മീൻ കഷ്ണം കഴുകിയ വാരി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നോരോന്നിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല കൈകൊണ്ട് തന്നെ ഇതിലേക്ക് നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കുക. ഓരോരോ കഷ്ണം സെപ്പറേറ്റ് എടുത്തിട്ട് തന്നെ തിരുമണം കേട്ടോ, എന്നാലേ അതിലേക്കൊക്കെ നന്നായിട്ടെല്ലാം പിടിക്കുകയുള്ളൂ. ആ തലയുടെ അകത്തേക്കും ഒക്കെ അങ്ങ് ഇച്ചിരിയൊക്കെ തേച്ച് കൊടുത്തോ, ഉപ്പും പുളിയൊക്കെ അങ്ങ് പിടിക്കട്ടെ. മസാല കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ വായിൽ കപ്പിലോളം വെള്ളം വരുന്നുണ്ടല്ലേ. കാരണം അടിപൊളി മസാലയാണിത്. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല. അപ്പോൾ ഇതേ നമ്മൾ മസാല എല്ലാം തിരുമ്മി ഒരു 10-15 മിനിറ്റ് നമുക്ക് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അവിടെ ഇരിക്കട്ടെ. കേട്ടോ, മസാലക്കകത്ത് കുളിച്ചാൽ കിടക്കുകയാണ്. എന്നിട്ട് ഇവനെ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ച് നിങ്ങൾ ഈ പണി ചെയ്യില്ല കേട്ടോ, ബാക്കി പണിയുണ്ട്, അത് നമുക്ക് വഴിയേ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇതേ ഒരു 10-15 മിനിറ്റായി നമ്മളിവിടെ മീനെല്ലാം മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ എല്ലാം കത്തിച്ച് നമുക്കൊരു ഫ്രൈ പാൻ തീയിലേക്ക് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വറുത്തെടുക്കാനുള്ള ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചട്ടിയൊക്കെ നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് പെറുക്കി വെക്കാം. അപ്പോൾ ഇതുണ്ടോ നമ്മുടെ മസാലയെല്ലാം പറ്റി നമ്മൾ തീ വെച്ചത് ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. അത് അങ്ങോട്ട് വല്ലാണ്ട് കരിഞ്ഞ് മുറിഞ്ഞ് പോകുന്നു വേണ്ട. നമുക്ക് ഇവനെല്ലാം ഒന്ന് മറിച്ചിടാം. അത്ര ചായ മതി, അല്ലാണ്ട് അതങ്ങോട്ട് ഉണങ്ങി മുറിയൊന്നും വേണ്ട. ഇത് ബാക്കി പണിയുള്ളതാണേ. അതെ, നമ്മളെല്ലാം ഒരു സൈഡ് ഇതായിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കി മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മറ്റേ സൈഡ് കൂടെ ഒന്ന് റെഡി ആയിക്കോട്ടെ. എന്നിട്ടാണ് നമുക്ക് ബാക്കി പണി. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതെന്തോ ആഗോലി ഫ്രൈ ആയിട്ടല്ലേ. ആഗോലി ഫ്രൈ ഒന്നുമല്ല, ഇനിയാണ് എൻ്റെ ബാക്കി പരിപാടികൾ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആ ഒരു സൈഡിൽ നിന്ന് റെഡിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റേ സൈഡ് ആയോ നമുക്ക് തിരിച്ച് നോക്കാം. ഏകദേശം അത് മതി, ഓവറാകണ്ട, ഏകദേശം ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ അങ്ങോട്ട് ചെറിയ തീയിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മളൊരു തേങ്ങാപ്പാൽ, ഒരല്പം തേങ്ങാപ്പാൽ ഇതേ പിഴിഞ്ഞ് റെഡിയാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് 1-ാം പാലം 2-ാം പാലൊന്നുമില്ല, ഓവർ കട്ടിയില്ലാത്ത എന്നാൽ തീരെ ലൂസാകാത്ത പാലാണ്, തേങ്ങാപ്പാലാണ് ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് ആ തീയുടെ ചൂടൊന്ന് ബാലൻസ് ആയതിനു ശേഷം ഈ തേങ്ങാപ്പാൽ അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? അതോടൊപ്പം തന്നെ അതിനകത്തേക്ക് ഒരല്പം ഫ്രഷ് കറിവേപ്പില നമുക്ക് എങ്ങനെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മൂടി വെക്കാം. കുറച്ച് നേരം മൂടിയിരുന്ന അതിനകത്ത് ആ തേങ്ങാപ്പാലിൽ കടന്ന് ബാക്കി മീൻ വെന്ത് അത് തേങ്ങാപ്പാലിൽ നിന്ന് വറ്റി കിടക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് അങ്ങ് മൂടി വെക്കാം. അപ്പോൾ ഇതേ നമ്മൾ തേങ്ങാപ്പാലൊക്കെ വെച്ച് മൂടി വെച്ച സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെയൊക്കെ ഒന്ന് മറിച്ചും കൂടി ഇട്ടങ്ങ് കൊടുക്കുക. രണ്ട് സൈഡും നല്ലപോലെ തേങ്ങാപ്പാലൊക്കെ മുങ്ങിക്കിടന്ന് ഒന്ന് വരണ്ടെങ്കിൽ വരട്ടെ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും, ഓ ഇതെന്നതാ, ഇത് നമ്മുടെ ഫിഷ് മോളി അല്ലേ എന്ന്. അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ പോലെ ഞാൻ പറയും, ഇത് മോളി അല്ല, ലിസി അല്ല, ഇത് ഞങ്ങളുടെ അമ്മച്ചിയുടെ സ്പെഷ്യലാണ്. അമ്മച്ചിയുടെ സ്പെഷ്യൽ മാത്രമല്ല, ഇതെൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അമ്മച്ചിയുടെ സ്പെഷ്യൽ വേറെ, അമ്മച്ചി പറഞ്ഞു വെച്ചേക്കുന്നത് വരുന്നതേ ഉള്ളൂ. അമ്മച്ചി എന്തോ ഒരു ഐഡിയ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ മതി പറഞ്ഞു. ഓ ആയിക്കോട്ടെ പറഞ്ഞേക്കാം. ഇത് എൻ്റെ സ്പെഷ്യൽ, ഞാൻ അമ്മച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അമ്മച്ചിയുടെ പറഞ്ഞിട്ടില്ല, ഞാനിതെടുത്ത് മാറ്റി വീടൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 സൈഡിൽ നിന്ന് മാറ്റട്ടെ. അപ്പോൾ ആ തേങ്ങ പാലൊക്കെ വേണമെങ്കിൽ ആ കഷ്ണത്തിലെ തലക്കഷ്ണം ആയതുകൊണ്ടാണ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാൽ കൊടുക്കുക. അല്ല ഇങ്ങനെ അപ്പോൾ നമ്മളിതെല്ലാം മറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഇതിൻ്റെ ഉപ്പിൻ്റെ വില കുറവുണ്ടോയെന്ന് നോക്കിയേക്കാം. മസാലയ്ക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണേ, അത് വേണ്ട. പൊടി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവരെ വീണ്ടും എല്ലാം കൂടി ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. ഈ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മുളകിട്ടത്, അല്ലെങ്കിൽ കുടമ്പുളി ഇട്ടത്, അല്ലെങ്കിൽ വറുത്തത്, ഇങ്ങനെയുള്ള ഓരോ കഴിവുകളും സാധനം ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലേക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന്. നമുക്ക് സമയമുള്ളപ്പം ഇപ്പോൾ സൺഡേ ഒക്കെ നിങ്ങൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തും ഒക്കെ ഇവിടെ വീട്ടിലെല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. അതൊരു അടിപൊളി സംഭവമായിരിക്കും കേട്ടോ. ഇതിൻ്റെ മണം ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ആ കണ്ടോ, ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്. നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ആ കേട്ടോ, അപ്പോൾ നോക്കിയേ നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് ആ മസാലയ്ക്ക് കയറി കളറെല്ലാം മാറി വന്നില്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിവനെ ഒന്നും കൂടി മറിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. മറിച്ച് വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല, കാരണം വെച്ചാൽ ഏകദേശം എല്ലാം ആയതാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മറിച്ച് നോക്കുകയാണ്. എന്താ നല്ലൊരു സ്മെല്ലാണ് വരുന്നറിയോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ലല്ല, ആ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വറ്റി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരുപാട് നേരം ഒന്നും ഇത് വെച്ചുകൊണ്ടിരിക്കൊന്നും വേണ്ട. ഒന്നങ്ങ് മറിച്ചിട്ടിട്ട് ഒരു ഐറ്റം കൂടി സാധനം കൂടി ചേർക്കാനുണ്ട് ഇതിനകത്ത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളത് വറുക്കാൻ നേരത്ത് ആ മസാല ഉണ്ടാക്കാൻ നേരത്ത് നമ്മളൊരു ശകല വിനാഗിരി ഒഴിച്ചില്ലേ, ആ പുളിയേ ഉള്ളൂ കേട്ടോ ഇതിന്. അല്ലാണ്ട് വേറെ പുളി ഒന്നും നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല പെരട്ട് പോലെ ആയില്ലേ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ അമ്മച്ചിയുടെ സ്പെഷ്യൽ പൊടിക്കൈയാണ്. നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മൾ അതിനകത്തേക്ക് ഏറ്റവും അവസാനം നമ്മളല്ലേ ഒരു നുള്ള് പഞ്ചസാര അങ്ങിട്ട് കൊടുക്കും. അതും കൂടി അങ്ങിട്ട് കൊടുക്കുക. അതുണ്ട ഇത്രയും മതി, ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു. ഓക്കെ, എന്നിട്ട് ഇവനെ 1 സെക്കൻഡ് കൂടി ഒന്ന് അടച്ചങ്ങ് വെക്കുക.
ചെറു തീയിൽ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ആഗോലി പെരട്ട് റെഡി. നല്ല കുറുകി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ നമ്മളൊരു സർവീസ് പ്ലേറ്റിലേക്ക് മാറ്റാം. വാ. എന്താ പണം തരുന്നില്ലേ? ഞാൻ അമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ആഗോലി പെരട്ട്, അത് പെരട്ട് എന്താണെങ്കിലും പറയാം, നല്ല തേങ്ങാപ്പാലിനകത്ത് വറ്റിച്ച് ഇവിടെ കൊടുക്കുക. അമ്മച്ചി ആഗോലി കഴിക്കുന്ന എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് അമ്മച്ചിക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ചെയ്ത് നമ്മളുണ്ട് നമ്മേ അമ്മ ഒന്ന് കഴിച്ചു വയ്ക്കും. കഷ്ണം തട്ടേ എനിക്ക് വേണ്ടേ? ആ അതിൻ്റെ ഞങ്ങൾക്ക് കൂടി നമ്മൾ ടേസ്റ്റ് നോക്കാമല്ലേ. അമ്മച്ചി ആ മസാലയൊക്കെ ഒരു ശകലം വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വേണ്ടോ എന്നിട്ട് തിന്ന് നോക്കി എങ്ങനെയുണ്ട് അമ്മച്ചി. ഇത് കണ്ട അമ്മ കുറച്ച് നേരത്തെ എന്താണ് നീ കണ്ട കോഴി പറ്റി വെച്ച് എന്നെ പറ്റിക്കണം. അപ്പോൾ ഞാൻ അമ്മയത് കോഴി എന്നല്ല, ഇത് നമ്മുടെ ആഗോലിയാണോ. അമ്മയ്ക്ക് തിന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. ആ ചൂണ്ടായി ഇപ്പോഴത് എങ്ങനെയുണ്ടെന്ന് അമ്മ കഴിച്ചോ. എന്നിട്ട് ഞാൻ പറയാം. സൂപ്പർ. എന്ത് ഒരുമാതിരിപ്പെട്ട മീൻ അങ്ങനെ കുട്ടികളാത്താതെ. അപ്പോൾ നമ്മുടെ ആഗോലി നമ്മൾ കൂടുതൽ എനിക്കറിയാമല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് സംഗതി? എരുമ്പുളിയൊക്കെ ഉണ്ടാ? ഓക്കെ. അപ്പോൾ നമുക്ക് അമ്മച്ചിയുടെ മക്കളോട് തന്നെ പറയാമല്ലേ, സാധാരണ എപ്പോഴും മീൻ വറുത്തതും മീൻ കറി വെച്ച് തിന്നുന്ന പോലെ അല്ലാതെ കൊണ്ട് എപ്പോഴും കറി വെച്ചതും അതും ഒക്കെ അല്ലേ കാണിക്കുന്നേ. വാർത്ത തന്നെ കാര്യം കൂടുതൽ കാണിക്കുന്ന കറി വെക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ മീൻ ആവല് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കീറി മുറിച്ച് അരിഞ്ഞ് വരട്ടി തേങ്ങാപ്പെല്ലാത്തിട്ട് വരട്ടി ചോറിനായിട്ട് വേറെ ഒത്തിരി കറിയൊന്നും വേണ്ട. ഇത് നല്ല കറിയാ. ഇത് കൂടി ചോറുണ്ടാം. ചോറ് ഉണ്ണാന്ന് പറഞ്ഞാൽ പറയാം, ഉണ്ണാൻ തന്നെ തോന്നുന്നുണ്ട്. അപ്പേ നമ്മളോട് പറയാം, ഈ ഇടദിവസങ്ങളോ ഒക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഈ ആഗോലി തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ലല്ലോ. നല്ല ചെറിയ നല്ല കഷ്ടം പേര് നല്ല കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തു നോക്കിയേ. അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അല്ലേ. അപ്പം ഞങ്ങൾ ഇതും കൂട്ടി ഞങ്ങൾ ചോറുണ്ട്. അപ്പോൾ അത് ഇതുപോലുള്ള വ്യത്യസ്തമായ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.